1 ജൂലൈ ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് T20 മാച്ച് സ്റ്റാർട്ട് ചെയ്യണം. 5 മാച്ച് സീരീസാണ്. അതിലേക്കുള്ള പ്രോബബിൾ 11ലേക്ക് നോക്കാം. മെയിനായിട്ടും ബാറ്റ്സ്മാനിൽ ആരും കാര്യമായിട്ട് പെർഫോം ചെയ്തില്ല. അഭിഷേക് ശർമ്മ ഫസ്റ്റ് മാച്ചിലൊരു ഹാഫ് സെഞ്ചുറി അടിച്ചു. ബാക്കി ഡൗൺ ദ ഓർഡർ 3-4 പൊസിഷനുള്ള കാര്യമായിട്ടൊന്നും അടിച്ചില്ല. അപ്പം ചിലപ്പം വൈഭവ് സൂര്യവംശിയെ ഇറക്കാനുള്ള ചെറിയൊരു ചാൻസ് കാണുന്നുണ്ട്. മേ ബി സഞ്ജുവിനെ ഡ്രോപ്പ് ചെയ്തിട്ട് വൈഭവ് സൂര്യവംശിയെ കയറ്റാം. അപ്പം ഫസ്റ്റ് അഭിഷേക് ശർമ്മ, രണ്ടാമത് വൈഭവ് സൂര്യവംശി, മൂന്നാമത് ഇഷാൻ കിഷൻ. അല്ലെങ്കിൽ മേ ബി സഞ്ജുവിന് ഒരു സ്ക്വാഡിൽ ധാരാളം ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഉള്ള കാരണം ഇഷാൻ കിഷനെ മാറ്റിയിട്ട് സഞ്ജുവിനെ മൂന്നാമത് ഇറക്കാനും ചാൻസ് ഉണ്ട്. ബോളിങ്ങിൽ മെയിനായിട്ടും നമ്മൾ കഴിഞ്ഞ കളിയിൽ ഷെഡ്ജിനെ പരീക്ഷിച്ചായിരുന്നു. അപ്പോൾ അതിന് പകരം രവി ബിഷ്ണോയിയെ ചിലപ്പോൾ ഇറക്കാം, അല്ലെങ്കിൽ ഷെഡ്ജിനെ തന്നെ വെച്ചിട്ട് അതേ സ്കോഡ് മെയിൻറ്റെയിൻ ചെയ്യാം. വേറെ വലിയ ചേഞ്ച് വരാനൊന്നും ചാൻസ് ഇല്ല. കഴിഞ്ഞ കളിയിൽ തോറ്റതായതുകൊണ്ട് എന്തെങ്കിലും ഒരു ചെറിയ ചേഞ്ചസ് കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. ജയിച്ചായിരുന്നെങ്കിൽ വലിയ ചേഞ്ചസ് ഒന്നും വരത്തില്ല. കാരണം അതേ സ്കോഡായിട്ട് ഇറങ്ങുള്ളൂ. കാരണം ഈ അയർലൻഡിലുള്ള 2 കളികളും തോറ്റു. നമ്മൾ അതേ സ്കോഡ് വെച്ച് തന്നെയാണ് ഇപ്പോൾ ഇംഗ്ലണ്ട് സീരീസ് ഇറങ്ങുന്നത്. അപ്പം കഴിഞ്ഞ കളി പരീക്ഷിച്ച പ്രിൻസ് യാദവ് എന്തായാലും നല്ലപോലെ ബോളിങ് ചെയ്തു. പ്രസിദ്ധ് കൃഷ്ണയെ മാറ്റി പ്രിൻസ് യാദവായി ബോൾ ചെയ്തപ്പോഴത്തേനും 3 വിക്കറ്റ് എടുത്തു പുള്ളി 4 ഓവറിൽ. അപ്പം പ്രിൻസ് യാദവായിട്ട് തന്നെയായിരിക്കും മിക്കവാറും ഇറങ്ങുന്നത്. പിന്നെ ഇതിലേക്ക് വരാനുള്ള 2 ചേഞ്ചസ് ഇത് മാത്രമേ ഉള്ളൂ. ഇനി സ്ക്വാഡിൽ ഇനി വേറെ വലിയ ചേഞ്ചസ് വരാനൊന്നും ചാൻസ് ഇല്ല. അല്ലെങ്കിൽ ഓരോ കളിയിലും ഓരോരോ മാറ്റി പരീക്ഷിക്കാനും ചാൻസ് ഉണ്ട്. എന്നിരുന്നാലും നോക്കാം എന്താ ചേഞ്ചസ് വരുന്നതെന്ന്. അല്ലെങ്കിൽ രവി ബിഷ്ണോയെ ഇറക്കാതെ ഷെഡ്ജിനെ തന്നെ വെച്ച് എക്സ്ട്രാ ഒരു ബാറ്റ്സ്മാൻ വേണം എന്ന രീതിയിലായിരിക്കും അവർ ചിലപ്പം നോക്കുന്നത്. അതുകൊണ്ട് രവി ബിഷ്ണോയെ മാറ്റാതെ ടോപ്പ് ഓർഡറിലുള്ള ഒരാളെ മാത്രം മാറ്റി പരീക്ഷിക്കാനും ചാൻസ് ഉണ്ട്.